ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസി ആയിട്ടുള്ള ഒരു കേരള സ്റ്റൈല് ബീൻസ് തോരൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്. ബീൻസിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തോരന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെയാണ് തോരന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് അരക്കപ്പ് അളവിൽ തേങ്ങ തിരുമിയതും 2 വെളുത്തുള്ളി ചതച്ചതും പൊടികളായിട്ട് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു പിഞ്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കൈ വെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതി അല്ല എന്നുണ്ടെങ്കിൽ തേങ്ങയും പൊടികളും അതേപോലെ ഒരല്പം ജീരകവും കൂടെ മിക്സിയുടെ ജാറിലിട്ട് ഒതുക്കി വേണമെങ്കിലും എടുക്കാം. അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വെർഷനാണ് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകിട്ടൊന്ന് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 5 or 6 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 2 വറ്റൽമുളകും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇതൊന്ന് നന്നായി ചൂടായി വരണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. നമ്മൾ എരിവിനായിട്ട് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് വറ്റൽമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വറ്റൽമുളകോ അല്ലെങ്കിൽ ഒരു പച്ചമുളകോ ചേർക്കാവുന്നതാണ്. മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കളർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ. 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയെ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ ആ ഒരു കൂട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇതൊരു ഏകദേശം 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് ചൂടായി വരണം. ഈ രീതിയിൽ കൂട്ട് ആദ്യം ഒന്ന് ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ തോരൻ പെട്ടെന്ന് ചീത്തയായി പോവുകയില്ല. ഒരുപാട് ഓവർ കുക്ക് ആക്കേണ്ട കാര്യമില്ല. ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതിയാകും. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർക്കണം. ബീൻസിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങും. അതിനോടൊപ്പം തന്നെ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 1 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം ചേർക്കുന്നത്. വെള്ളം കൂടുതലായി പോകാൻ പാടില്ല, അത് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളിത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. അടച്ച് വെച്ച ആവിയിലാണിത് വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിൻ്റെ നടുഭാഗത്തോട്ട് ഇതേപോലെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. അപ്പോൾ ആവിയിൽ തോരനൊക്കെ വേവിച്ചെടുക്കുമ്പോൾ ഇതേപോലെ കൂട്ടി വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആവി വന്നത് കുക്ക് ചെയ്യാൻ സഹായകമാകും. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിത് അടച്ച് വെക്കാൻ പോകണം. ഏകദേശം ഒരു 5-6 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ആവിയൊക്കെ വന്ന് നമ്മുടെ ബീൻസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഏകദേശം ഒരു 2 മിനിറ്റ് നേരം തുറന്ന് വെച്ചൊന്ന് വേവിക്കണം. തുറന്ന് വെച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. അടിയിലൊന്നും പിടിക്കാതെ തോരനിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് നേരം ഇതേപോലെ തുറന്ന് വെച്ചുകൂടി കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. താങ്ക്